തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക ഈ മാസം 20-ന് ശേഷം പ്രസിദ്ധീകരിക്കും. തദ്ദേശ വാർഡുകളുടെ പുനർവിഭജന ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുതിയ വാർഡ് അനുസരിച്ചുള്ള വോട്ടർ പട്ടികയുടെ ക്രമീകരണം പൂർത്തിയായി. പോളിംഗ് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ക്രമീകരണമാണ് ഇനി നടത്തേണ്ടത്. കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന അന്നു മുതൽ 15 ദിവസം പരാതികളും ആക്ഷേപങ്ങളും അറിയിക്കാം. പുതിയ വോട്ടർമാരെ ചേർക്കാനും മരിച്ചവർ, താമസം മാറിയവർ എന്നിവരെ ഒഴിവാക്കാനും അവസരമുണ്ട്. പഞ്ചായത്തുകളിൽ 1375 വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ 128 വാർഡുകളും കോർപ്പറേഷനുകളിൽ 7 വാർഡും കൂടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള അന്തിമ വിജ്ഞാപനം ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. 187 വാർഡുകൾ പുതിയതായി നിലവിൽ വരും. ഇതോടെ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം 2080-ൽ നിന്ന് 2267 ആകും. സംവരണ വാർഡുകളുടെ എണ്ണത്തിലും മാറ്റം വരും. 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 77 ബ്ലോക്കുകൾ വനിതകൾക്കാണ്. പട്ടികജാതി വിഭാഗത്തിന് 15 ബ്ലോക്കുകളിൽ അധ്യക്ഷ സ്ഥാനം സംവരണം ചെയ്തിട്ടുണ്ട്. അതിൽ 8 എണ്ണം വനിതകൾക്കാണ്. പട്ടികവർഗത്തിന് 3 ബ്ലോക്കുകളുള്ളതിൽ 2 വനിതകൾ അധ്യക്ഷരാകും. മെയ് 31-നാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡുകൾ പുനർവിഭജിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷൻ കരട് വിജ്ഞാപനം ഇറക്കിയത്.